ഹായ് ലിബർട്ടി ബഡ്സ് ടാഗിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബജറ്റ് TWS ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. കുറച്ച് കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിച്ചത്, അല്ലാണ്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇത് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ടാഗ് ലിബർട്ടി ബഡ്സ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ടാഗ് എന്നും അതുപോലെ തന്നെ TWSന്റെ ഫോട്ടോയും കൂടാതെ ലിബർട്ടി ബഡ്സ് ട്രൂ വയർലെസ് ഇയർബഡ്സ് എന്നും ലിബർട്ടി ബഡ്സ് എന്ന് ഹൈലൈറ്റ് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലതുവശം നോക്കുകയാണെങ്കിൽ ടച്ച് കൺട്രോൾസ്, ടൈപ്പ് സി, ഫാസ്റ്റ് ചാർജിങ്, ഗൂഗിൾ ഓർ സിറി അസിസ്റ്റന്റ്, ഇൻസ്റ്റന്റ് വെയ്ക്ക് പെയറിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പിറകിൽ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാം തന്നെ അങ്ങോട്ട് പൂർണ്ണമായി ഞാൻ വീട്ടിൽ പറഞ്ഞത് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. എന്നാലും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വോളിയം അപ്പും ഡൗണും നമ്മുടെ ഇയർബഡിൽ ടച്ച് ചെയ്തുകൊണ്ട് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2021. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. മാക്സിമം റീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 2499 രൂപയാണ്. എന്നാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 899 രൂപ മാത്രമാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് 999 രൂപയ്ക്കാണ്. ബ്ലാക്ക് കളർ മാത്രമായിരുന്നു വന്ന് 999 രൂപ, ബാക്കിയുള്ളതിനൊക്കെ തന്നെ 1199 രൂപയായിരുന്നു. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് ഗ്രേ, പാസ്റ്റൽ ഗ്രീൻ, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിൽ, അതായത് ടോട്ടൽ 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇമാജിൻ ആണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മാർക്കറ്റും ചെയ്യുന്നത് കേട്ടോ. അതായത് ബോട്ടിൻ്റെ പ്രൊമോട്ടേഴ്സ് അവരാണ്, ആ ആൾക്കാർ തന്നെയാണ് ഇതും അങ്ങോട്ട് നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചിട്ട് മാർക്കറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ബോക്സ് പൊട്ടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് തന്നെയാണ്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതേ നമ്മുടെ ടാഗിൻ്റെ ഇയർബഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇയർബഡ് സെപ്പറേറ്റ്, കേസ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇയർബഡുകൾ കേസിൽ വെച്ച് ചാർജ് ചെയ്യാം. ഇനി ആക്സസറീസ് നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ടാഗിൻ്റെ ഒരു ചെറിയൊരു ബോക്സിലായിട്ട് നമ്മുടെ രോഹിത് ശർമ്മയുടെ ഫോട്ടോ വെച്ചിട്ടൊരു ഹൗ ടു, അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോയിലേക്ക് പോകും, അത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം. പിന്നെ ഹാപ്പി നോട്ട് ഹാപ്പി എന്താണെന്ന് അറിയത്തില്ല. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ടെൽ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഷെയർ യുവർ എക്സ്പീരിയൻസ് ബൈ റൈറ്റിംഗ് റിവ്യൂ ഓൺ ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ വേണോ ഇല്ലയോ ഒന്നൊന്നും ഇല്ല, എന്തായാലും പോട്ടെ അത്. കൂടാതെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അതേപോലെ തന്നെ ഗെറ്റ് റിവാർഡ്സ് വർത്ത് അപ് ടു 9500+ എന്ന് വെച്ചിട്ട് വേറൊരു സംഭവം ഉണ്ട്. എന്തായാലും മിന്ത്രയിലും ഗാന ആപ്പിലും ഒക്കെ നമുക്ക് ഈ ഒരു റിവാർഡ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പൈസ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ലഭ്യമാകുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിബർട്ടി ബഡ്സ്. എന്തായാലും ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ്. കൂടാതെ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് കേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ് നമുക്ക് ലഭ്യമാകുന്നത്. ടാഗിൻ്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഏറ്റവും അടിയിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. ടാഗ് എന്നുള്ള ഈ ഒരു ലോഗോ അല്ലാണ്ട് വേറെ ഒരു എഴുത്തും കുത്തും നമുക്ക് ഈ ഒരു കേസിൻ്റെ മുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 20 മണിക്കൂർ അപ് ടു 20 hours ആണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു 300 മണിക്കൂറിൽ നിന്ന്. അതേപോലെ തന്നെ 2 മണിക്കൂർ വേണം ഇത് 100% ചാർജ് ആകാനായിട്ട്. 5V2A, അതായത് 10 wattsന്റെ അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 2 മണിക്കൂറൊന്നും വേണ്ട. 180 മണിക്കൂർ സ്റ്റാൻഡ് ബൈ ടൈമും കൂടാതെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ നമുക്ക് ഇതിൽ നിന്നും പ്ലേ ടൈം ലഭ്യമാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏതിലാണോ, അതായത് നമ്മൾ ഏത് ഡിവൈസിൽ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആകും. അതായത് നമ്മുടെ ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി അല്ലെങ്കിൽ ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഇവിടെയും ഉണ്ട്. നമുക്ക് നമ്മുടെ ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ അവിടെയും ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഡിസൈനോട് കൂടിയിട്ടാണ് 2 ഇയർബഡുകളും വരുന്നത്. പിന്നെ സ്റ്റെമ്മിൽ ടാഗിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. പിന്നെ ഏറ്റവും പിറകിലൊരു മൈക്കും ഉണ്ട്. അതിൻ്റെ നടുക്കായിട്ടാണ് നമുക്ക് ആക്ച്വലി ആ ഒരു ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും ലഭ്യമാകുക. കൂടാതെ സിംഗിൾ ചാർജിൽ 8 hours എന്ന് ഈ ഒരു ബോക്സിൻ്റെ പിറകിൽ എഴുതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 5 hours എന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 hours എന്ന് അവരുടെ ഫ്ലിപ്കാർട്ടിൽ ആ ഫോട്ടോസ് കൊടുക്കുന്നതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കൂറാണ് നമുക്ക് സിംഗിൾ ചാർജിൽ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവും. മേ ബി ഒരു എന്താ പറയുക 50% കേൾക്കുവാണെങ്കിൽ 5 to 6 hours കിട്ടാൻ ചാൻസസ് ഉണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX5ൻ്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിലുണ്ട്. 1 year ഇതിന് വാറന്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് തന്നെയാണ്. ജസ്റ്റ് 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ വലതുവശത്ത് ചെയ്യുകയാണെങ്കിൽ വോളിയം
വോളിയം അപ്പ് ആവും, ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലതുവശത്ത് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് ഇടതിൽ ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. പിന്നെ അല്ലാണ്ട് 2 സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവും. കോൾ വരുന്ന സമയത്താണ് നമ്മൾ 2 സെക്കൻഡ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, ആ ഒരു കോൾ റിജക്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ബേസിക് ടച്ച് കൺട്രോൾസിൽ പറയാൻ പറ്റുന്നത്. ഇനി മ്യൂസിക് ക്വാളിറ്റി അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആദ്യം നമുക്ക് ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടാഗിന്റെ ലിബർട്ടി ബഡ്സിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഇൻഡോറിനകത്തുള്ള ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്ത് പറയാൻ നിങ്ങൾ, ഞാൻ ആക്ച്വലി ഇതുവരെ അങ്ങോട്ട് കേട്ടിട്ടില്ല. എഡിറ്റിംഗ് ടേബിളിൽ ചെല്ലുമ്പോഴാണ് ഈ ഒരു മൈക്ക് ക്വാളിറ്റി കേൾക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇനി കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇതുവരെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചെവിയിൽ ഇരിപ്പുണ്ട്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് പെയർ ചെയ്തിട്ട് പാട്ട് കേട്ട് നോക്കിയ സമയത്ത് എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എൻഹാൻസ്ഡ് ആക്കിയിട്ട് കൂടാതെ ഒരു പാട്ടയിലിട്ട് അടിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ബേസ് ഉണ്ട്, പക്ഷേ അത് ഭയങ്കര ഒരു സുഖം തോന്നാത്ത രീതിയിലുള്ളൊരു ബേസ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രോഡക്റ്റ് റീസെറ്റ് ചെയ്തു. വേറൊന്നുമല്ല, നമ്മുടെ ഇയർബഡുകൾ കേസിൽ വെച്ചതിന് ശേഷം സെറ്റിംഗ്സിൽ പോയിട്ട് ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ പോയിട്ട് പേഡ് ഡിവൈസിൽ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ ഒരു പ്രോഡക്റ്റ് കയ്യിലെടുത്തിട്ട് 6 സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ടിലും കൂടി ഒരുമിച്ച് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോഴത്തേക്ക് അത് റീസെറ്റ് ആവും. അതിനുശേഷം വീണ്ടും നമ്മുടെ കേസിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നോർമലി എങ്ങനെയാണോ പെയർ ചെയ്യുന്നത് അതേപോലെ പെയർ ചെയ്യും. ആ പെയർ ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയത്. SBC AAC കോഡക്സ് ഉണ്ട്. AAC ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പാട്ട് കേൾക്കാറൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഞാൻ AAC ഇട്ട് തന്നെയാണ് പാട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല എന്താ പറയുക, 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. പ്ലസ് ഒരു ഡീപ്പ് ബേസ് നമുക്കുണ്ട്. ബോട്ടിൻ്റെ ഒക്കെ അത്ര ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല, പക്ഷേ ഒരു റിച്ച്നെസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഡോമിനേറ്റഡ് അല്ലാന്നേ ഉള്ളൂ, പക്ഷേ ബേസ് ഉണ്ട്. നോർമൽ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സോങ് കേൾക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. വോക്കൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൽ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു 13mm ഡ്രൈവേഴ്സ് ആയതുകൊണ്ടായിരിക്കാം. കാരണം വോക്കലി ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ട് കേട്ടാൽ പോലും ആ ഒരു വോക്കലാണ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ബേസ് ലവേഴ്സിന് ഇത് ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ബേസ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ഇടി വേണ്ട എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. 899 രൂപയുള്ളൂ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ. ആ ഒരു കാരണം കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചാൽ വർത്താവും. പിന്നെ 899 നമുക്ക് ബോട്ടിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് അതായത് TWSൽ കിട്ടാറില്ല. പക്ഷേ നിങ്ങളൊരു ബേസ് ലവർ ആണ്, നിങ്ങൾക്ക് 999 രൂപയ്ക്ക് മറ്റൊരു 141 അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് പോയിക്കോളൂ. എന്നാൽ 161 അതുപോലെ തന്നെ 111 ഒക്കെ നോക്കുവാണെങ്കിൽ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റും അവരെയൊക്കെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. വേറെ ഒരു സംശയമില്ല അതിൽ. ഇനി ഗെയിം കളിക്കുമ്പോഴത്തേക്കാണെങ്കിൽ വീഡിയോ കളിക്കുമ്പോഴത്തേക്കുള്ള ലേറ്റൻസി നോക്കുവാണെങ്കിൽ നമ്മൾ നോർമലി ബോട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റുകളിൽ ലോ ലേറ്റൻസി മോഡ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് കളിക്കൂലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വീഡിയോസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ ഒരു പ്രോ പ്ലെയർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിലേ അനുഭവപ്പെടും. അത് നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യും. എന്നാൽ നിങ്ങൾ നോർമലി കളിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് PUBG എല്ലാം ഏത് ഗെയിം വേണമെങ്കിലും കളിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഇൻഡോർ ഔട്ട്ഡോർ അതുപോലെ തന്നെ PUBG കളിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ലേറ്റൻസി ഉണ്ടാകുന്നത്, വീഡിയോ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ലേറ്റൻസി ഒക്കെ ഉള്ളത്, അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും അങ്ങനെയുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ലിബർട്ടി ബഡ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നത് 899 നമുക്ക് ഈ പ്രോഡക്റ്റ് വർത്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.